അതെ ഇവര് ഊണ് കഴിഞ്ഞ് പോകാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ. സുബിൻ വരെ ഇത് കഴിഞ്ഞിട്ട് അവരെന്തോ മലയോ അമ്പലമോ അങ്ങനെ എന്തൊക്കെ കാണാൻ പോകണ്ടെന്ന്. അതൊക്കെ കഴിഞ്ഞ് വണ്ടി കയറി കുടുങ്ങി ഹൈദരാബാദ് എത്തുമ്പോൾ നേരം വിളിക്കും. ആദ്യം ഇല്ലാന്ന്. ആദ്യമില്ലേ? ഇല്ല. ആദി ഞങ്ങളോട് തിരിച്ചു വരുന്നില്ല. ഓ സോറി ഞാനത് പറയാൻ മറന്നുപോയി. എനിക്ക് അത്യാവശ്യമായിട്ട് വിശാഖപട്ടണം വരെ ഒന്ന് പോകണം. അവിടെ എനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു തെങ്ങും തോപ്പ്. സോ അവിടെ വളവടിയിൽ നടക്കുകയാണ്. ഞാൻ ചെല്ലാൻ നേറ്റുപോയി. ആദ്യം ഇല്ലാത്തോണ്ട് സുബിന്റെ താണ്ടവായിരിക്കും വണ്ടിയില്. സത്യം. Oh wow! Look at that. ആദ്യം പപ്പടങ്ങ വന്നേ. This girl is really funny, huh? Uncle eat, huh? എന്റെ മോനെ സ്വന്തം മോളുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും വിഷമം ഉണ്ടാവില്ല നിന്റെ മുഖത്ത്? ഇല്ലടാ, റീനുവിനെ കണ്ടൊന്നും യാത്ര പോലും പറയാൻ പറ്റിയില്ല. എടാ അവിടെ മാരത്തോൺ കൈ നോട്ടണം നടന്നുകൊണ്ടിരിക്കണത്. റീനുവിന്റെ കൈ നോക്കി ലക്ഷണം പറയുന്നു, മുഖം നോക്കി ലക്ഷണം പറയുന്നു. അതിന്റെ ഇടയിലോട്ട് നമ്മളെന്തെങ്കിലും പറഞ്ഞ് ചെന്നാലുണ്ടല്ലോ. നമുക്ക് പോവാം. അങ്ങനെ ആ അധ്യായം കഴിഞ്ഞു. ഇതെന്ത് പഴോ? എവിടെ നിന്ന് അടിച്ചു ബുക്ക് ചെയ്താ? പഴം കാക്കാൻ നീ എന്ത് കൊരങ്ങനാ? പോണ വഴിക്ക് കഴിക്കാ, ബാക്കിലോട്ട് വെക്കി. എടാ പോവാണോ? ഞങ്ങൾ ഇറങ്ങാണ്. ഞങ്ങളും കൂടെ വരട്ടെ. എങ്ങോട്ട്? ഹൈദരാബാദിലോട്ട്. അതിനിപ്പോ എന്താ, വായോ ഒരുമിച്ച് പോവാലടാ. റീനു എന്തേ? വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരണം. ഒരു 10 മിനിറ്റ് ഞാൻ റീനു. വൈകരുത്, പോയിട്ട് വരെ പരിപാടികളാണ്. വൃത്തിയിട്ടോനെ നീ എന്ത് തെണ്ടിത്തരോ കാണിച്ച് ജാടറിനാടാ തെണ്ടി. ഇല്ലടാ, ഞാൻ നിന്നെ പോലെ വായിന്ന് വെള്ളം ഒഴുക്ക. ഇതൊന്നും നമുക്ക് പുത്തരിയല്ലെന്ന് അവർക്ക് തോന്നണം, എന്നാലേ കുറച്ച് വില ഉണ്ടാവുള്ളൂ. പിന്നെ 10 മിനിറ്റ് അല്ല അരമണിക്കൂറായാലും നമ്മൾ വെയിറ്റ് ചെയ്യുമല്ലോ. അരമണിക്കൂർ അപ്പൊ ബാക്കിയാ? No way. ആദ്യം ഞങ്ങൾ ഓൾറെഡി ടയേർഡാണ്. പെട്ടെന്ന് വീട്ടിലെത്തണം. ഇനി ലേറ്റ് ആവാൻ പറ്റത്തില്ല. അതാ. എന്റെ പൊന്നെറിയുന്ന പൊട്ട വണ്ടിക്ക് ബ്രേക്ക് പോലും ഇല്ല. അല്ല, ഞാൻ ഇന്നലെ ഒരു അരമണിക്കൂർ മാറിയപ്പോ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത്? എനിക്കാണെങ്കിൽ വിശാഖപട്ടണത്ത് വളവടിയിലും ആയിപ്പോയി. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് നിങ്ങളോട് വരാം. എന്റെ പൊന്നാദ്യം ഇത്ര സീനാക്കേണ്ട ആവശ്യം എന്താണ്? എനിക്കാണ് ചെന്നിട്ട് ലോഗ് ചെക്ക് ചെയ്യാനുള്ളതാ. റീനു എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ കൂടെ പോകാൻ പറ്റില്ല. നിങ്ങൾ ശ്രീനിയുടെ സുബിന്റെ കൂടെ പോയാൽ മതി. റീനു, ഡോണ്ട് ബി അപ്സെറ്റ് യാർ. ശരിയാണ്, ഒരു പുരുഷൻ പറഞ്ഞിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടവളല്ല സ്ത്രീ. ഓഫ് കോഴ്സ് ഇറ്റ്സ് യുവർ ചോയ്സ്. ബട്ട് ഈ ട്രിപ്പിന്റെ ലീഡർ എന്ന നിലയ്ക്ക് നിങ്ങളുടെ സേഫ്റ്റി ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. റീനുവിന് അത്രയ്ക്ക് യു ഷോ അത്രയ്ക്ക് നിർബന്ധമാണ്. പിന്നെ ഞാനൊന്നും പറയുന്നില്ല. ബട്ട് ബിഫോർ ദാറ്റ്, പയ്യട കേട്ടാ ആള് ശരിയല്ലട്ടാ. നമ്മളാരും ശരിയല്ല. സെൻഡ് യുവർ ലൈവ് ലൊക്കേഷൻസ്. ഐ വിൽ ബി ട്രാക്കിംഗ് യു. ഓക്കെ. പിന്നെ ഓരോ 1 അവറിലും ടെക്സ്റ്റ് മെസ്സേജ് അയച്ച സ്റ്റേറ്റസ് അപ്ഡേറ്റ് ചെയ്യണം. ശരി. ഗുഡ്. ഓക്കെ. ഒരു ട്രിപ്പിന്റെ ലീഡർ ആയാലുള്ള ഉത്തരവാദിത്തങ്ങളെ. ആദ്യം ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ പൊക്കോട്ടെ. Hey, move. എടുക്കടാ. ആദി ബൈ ബൈ ബൈ. Bye girls. കുറച്ചേരം കൂടി നിന്ന് നിർത്തി അവനും കേറിയിരുന്നേനെ. മണ്ണഞ്ചാരി നിന്ന് പെണ്ണും കൊണ്ടുപോയല്ലേ? What? അല്ല, വണ്ടി മണ്ണും പൊടിയൊക്കെ പറത്തിയാണ് പോണേന്ന് പറഞ്ഞത്. അമൽ ഡേവിസേ, എടാ ഈ റൂഫ് ഒന്ന് ഇടുവോ? അങ്ങനെ വെയിലുള്ളതാ പോവായിരുന്നു. അയ്യോ, അത് പറയാൻ വിട്ടുപോയി. ഇതിന്റെ റൂഫ് ജാമാ, വെയിലുള്ള. ആ ഡെയിലത് ഹൈദരാബാദ് എത്ര വരെ ഇങ്ങനെ പോണോ? എന്റെ പൊന്ന്. എടാ എന്നാ സ്പീഡിലെങ്കിലും പോവും. അയ്യോ, സ്പീഡ് ത്രിൽസ് ബട്ട് കിൽസ് എന്നല്ലേ പ്രമാണം? എന്നാ എന്റെ പ്രമാണം അങ്ങനെയല്ല. അമൽ ഡേവിസേ, ഞാൻ ഓടിച്ചോട്ടെ കുറച്ചു നേരം? ഇവൻ ആളിത്തിരി പെശക, കയ്യില് നിക്കില്ല. അത് സാരല്ല, ഞാൻ ഒതുക്കിക്കോളാം. സൈഡാക്ക്. സോറി റീനു, ബ്രേക്കേ കുറച്ച് കുറവാട്ടോ. അത് ചവിട്ടുമ്പോ ശ്രദ്ധിച്ചാ മതി. പാനിക്കാവൊന്നും വേണ്ട. പേടിക്കണ്ട അമൽ ഡേവിസേ. പേടിയില്ല.
രസമല്ലേ ഇതും കൊള്ളാലോ അല്ലേടാ